ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ജയിലിൽ പോലും എന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ലേ സത്യാമ്മയെന്നിങ്ങനെ സത്യഭാമയോട് സുസ്മിത ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സരോജത്തെയും കൊണ്ടുവരുന്നത്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ പേടിക്കുന്നത് ദേ ഈ ഇടിവണ്ടിയാണ്, ഇവരുടെ കൂടെ കിടന്നുറങ്ങാൻ പോലും എനിക്ക് പേടിയാണ് എന്നൊക്കെ ഇങ്ങനെ സുസ്മിത പറയുമ്പോൾ നിനക്ക് വേണമെങ്കിൽ സെല്ല് മാറ്റിത്തരാം, വേറെ കൺസിഡറേഷൻസ് ഒക്കെ തരാമെന്ന് ലിഡിയ പോൾ പറയുകയാണ്. തുടർന്ന് പിന്നെ സുസ്മിതയാണെങ്കിൽ സരോജത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ അനുഭവിച്ചതിനൊക്കെ പകരം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് കാരണം നോക്കി പൊട്ടിക്കുകയാണ്. 1, 2, 3 അടി അടിക്കുന്നുണ്ട്. സരോജൻ തിരിച്ചൊന്നും ചെയ്യുന്നില്ല, എല്ലാവരുടെയും മുമ്പിൽ വെച്ചല്ലേ അടിക്കുന്നത്. തുടർന്ന് പറയുന്നുണ്ട്, ഒരെണ്ണത്തിന് പകരം 3 എണ്ണമായിട്ട് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞില്ലേ, ഇതിൽ ഒരെണ്ണം നിനക്കുള്ളതാണ്, ഒരെണ്ണം നിന്റെ റൂമിലേക്ക് എന്നെ അയച്ചതിനുള്ളവർക്ക് എന്ന് പറഞ്ഞിട്ട് ലിഡിയ പോളിനെ നോക്കുന്നുണ്ട്. മൂന്നാമത്തേത് അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തിയവരെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സത്യഭാമയെ നോക്കുകയാണ്. തുടർന്ന് ശാലിനി അങ്ങ് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, സമയം പാഴാക്കരുത്, സമയം കടന്നുകൊണ്ടിരിക്കുകയാണ്, ഇനിയെങ്കിലും ഡ്രഗിൻ്റെ പേരൊന്ന് പറഞ്ഞു തരാനായിട്ട്. തുടർന്ന് സുസ്മിത ശാലിനിയുടെ ഫോൺ ചോദിക്കുകയാണ്. ശാലിനി പെട്ടെന്ന് വെപ്രാളപ്പെട്ട് ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് കൊടുക്കുമ്പോൾ അതിൽ ഡ്രഗിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ആ പ്രീതിക്ക് കൊടുത്തത് തന്നെ ഇതാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അർജുനെ വിവരം അറിയിക്കാനായിട്ട് സത്യഭാമ പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി ഫോണും കൊണ്ട് അർജുനെ ഫോൺ ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. തുടർന്ന് ലിഡിയയ്ക്ക് നന്ദിയുണ്ട്, പിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് സത്യഭാമ സുസ്മിതയെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. അതിന് മുന്നേ സുസ്മിത ഡ്രഗിൻ്റെ പേര് പറയുന്നതിന് മുന്നേ ചോദിക്കുന്നുണ്ട്, ഇവിടെ ഉണ്ടായതിനൊക്കെ പ്രതികാര നടപടിയൊന്നും ഉണ്ടാകില്ലല്ലോ. അന്നേരം ഇല്ല എന്നിങ്ങനെ സത്യഭാമയാണ് ഉറപ്പ് കൊടുക്കുന്നത്. ശാലിനിയോട് ചോദിക്കുമ്പോൾ ഇതിനൊന്നിനും ഒരു നടപടിയും ഉണ്ടാവില്ല, പിന്നെ കേസ് അപ്പീൽ പോകുമ്പോൾ നിന്നെ സഹായിക്കാം, പണം വേണമെങ്കിൽ പണമായിട്ടും എല്ലാം തരാമെന്നിങ്ങനെ സത്യഭാമ ഉറപ്പ് നൽകുമ്പോഴാണ് ആ ഡ്രഗിൻ്റെ പേര് സുസ്മിത പറയുന്നത്. തുടർന്ന് ലിഡിയയ്ക്ക് നന്ദിയൊക്കെ പറഞ്ഞിട്ട് സത്യഭാമ ഇറങ്ങുകയാണ്. തുടർന്ന് സരോജത്തെയും സെല്ലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. തുടർന്ന് ഇറങ്ങാൻ നേരം വിഷ്ണു ഇങ്ങനെ രൂക്ഷമായിട്ട് സുസ്മിതയെ ഒരു നോട്ടം നോക്കുന്നുണ്ട്, കണ്ണൊക്കെ ഇങ്ങനെ ജ്വലിപ്പിച്ച്. എന്നിട്ട് വിഷ്ണുവും അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ്. തുടർന്ന് ഹോസ്പിറ്റലിൽ കുഞ്ഞിന് ആൻറ്റിഡോസൊക്കെ കുത്തിവെക്കുന്നുണ്ട്. അതേസമയം വസുമതി ഹോസ്പിറ്റലിൽ എത്തുകയാണ്. എന്തായിടാന്നൊക്കെ കരഞ്ഞുകൊണ്ട് അർജുനോട് ചോദിക്കുമ്പോൾ ആൻറ്റിഡോസ് കുത്തിവെക്കുകയാണെന്ന് പറയുന്നുണ്ട്. തുടർന്ന് അമ്മയെന്നും പറഞ്ഞ് കരഞ്ഞ് പ്രീതി ഓടി വന്ന് വസുമതിയെ കെട്ടിപ്പിടിക്കുകയാണ്. അന്നേരം ഒന്നും സംഭവിക്കില്ല, പാറുവിന് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വസുമതിയും സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേസമയം ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട്, ആൻറ്റിഡോസ് കുത്തിവെച്ചു, റിസൾട്ട് ഉടനെ അറിയാൻ പറ്റില്ല എന്ന്. തുടർന്ന് വസുമതി തൻ്റെ സംശയം അർജുനോട് ചോദിക്കുന്നുണ്ട്, ആ സുസ്മിതയ്ക്ക് പെട്ടെന്നൊരു മാനസാന്തരം ഉണ്ടായത് എന്താണെന്ന്. അതേസമയം സൂപ്രണ്ടിൻ്റെ ക്യാബിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സുസ്മിത നടക്കുന്നേ ഉള്ളൂ, നിനക്ക് നിൻ്റെ സെല്ലിലേക്ക് പൊയ്ക്കൂടെ എന്ന് ലിഡിയ പോൾ ചോദിക്കുകയാണ്. അന്നേരം എനിക്കൊരു കോള് ചെയ്യണമെന്ന് പറയുമ്പോൾ 6 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിയാണ്, നിൻ്റെ തോന്നിയാസമൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇത്രയും നേരം ഇവിടെ നടന്നതൊക്കെ നിങ്ങൾ അനുവദിച്ചല്ലോ, ഞാൻ ഇങ്ങോട്ട് വന്ന് കയറുന്നതിന് മുമ്പേ വിസിറ്റേഴ്സിൻ്റെ പ്രവാഹം, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ ഉത്തരം പറയണം, അതിന് നിങ്ങളും കൂട്ടുനിന്നില്ലേ എന്നൊക്കെ ലിഡിയ പോളിനോട് സുസ്മിത ചോദിക്കുകയാണ്. അന്നേരം അതിനിടയ്ക്ക് നീ കാണിച്ച തോന്നിയാസമൊക്കെ നമ്മൾ കയ്യും കെട്ടി നോക്കി നിന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം നിങ്ങൾക്ക് പല ന്യായങ്ങളും കാണും, ഇതിപ്പോൾ ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനല്ലേ എന്ന് ലിഡിയ പോൾ ചോദിക്കുകയാണ്. അന്നേരം അതൊന്നും എനിക്കറിയണ്ട, ഇതും ആ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണെന്ന് പറയുമ്പോൾ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്നും പറഞ്ഞ് ഫോൺ എടുത്ത് മേശപ്പുറത്തേക്ക് വയ്ക്കുകയാണ്. തുടർന്ന് ഇതിൽ ഫാം ആൻറ്റിയുടെ നമ്പർ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ അതിൽ ഒരു ആൻറ്റിയുടെയും നമ്പർ ഇല്ല എന്ന് ദേഷ്യപ്പെട്ട് ലിഡിയ പോൾ പറയുകയാണ്. അന്നേരം ഫാം ആൻറ്റിയുടെ നമ്പർ ഇതിൽ കാണുമെന്ന് എനിക്കറിയാം, ഇവിടുത്തെ തൂപ്പുകാരിയുടെ നമ്പർ വരെ അവർ ശേഖരിച്ച് വെച്ച് വിളിക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം, എന്നെ ശിക്ഷിച്ചത് മുതൽ സുസ്മിതയെ വളർത്താനല്ല കൊല്ലാനല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ നോക്കിയിട്ട് ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും എല്ലാം ഉണ്ടല്ലോ എന്നും പറഞ്ഞ് സത്യഭാമയെ ഫോൺ ചെയ്യുകയാണ് സുസ്മിത. ഇതേസമയം അവർ ഹോസ്പിറ്റലിൽ എത്തിയില്ല, കാറിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഫോൺ കോൾ വരുമ്പോൾ പറയും സൂപ്രണ്ടേന്നും പറഞ്ഞ് സത്യഭാമ ഫോൺ എടുക്കുകയാണ്. അന്നേരം സൂപ്രണ്ടല്ല സുസ്മിതയാണെന്ന് പറയുമ്പോൾ നിനക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പാറുകുട്ടിയുടെ കാര്യങ്ങൾ അറിയാനാണ് വിളിച്ചതെന്ന് പറയുമ്പോൾ ആൻറ്റിഡോസ് കുത്തി വെച്ചിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞ് പറയാമെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് സത്യഭാമ ഇങ്ങനെ ദേഷ്യത്തിൽ പറയുകയാണ്. അന്നേരം ശാലിനിയും വിഷ്ണുവുമൊക്കെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം അധികം ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല, ആ കുട്ടിയുടെ ചാപ്റ്റർ ക്ലോസ്ഡ് എന്ന് പറയുകയാണ്. അന്നേരം എന്താ നീ പറഞ്ഞാൽ ചോദിക്കുമ്പോൾ സുസ്മിതയോട് കളിച്ചതിന് ഞാൻ എന്തെങ്കിലും നിങ്ങൾ പ്രതികാരം ചെയ്യണ്ടേ, നിങ്ങൾ എൻ്റെ കാലും തൊട്ട് വണങ്ങിയിട്ട് അങ്ങ് പോയാലും ഞാൻ ആ ഡ്രഗിൻ്റെ പേര് പറഞ്ഞു തരുമെന്ന് വിചാരിച്ചു. പ്രീതിക്ക് കുത്തിവെച്ച ഡ്രഗ് ഒന്നുമല്ല അവൾക്ക് കുത്തിവെച്ചത്, സുസ്മിത ഒരു ഡ്രഗ് കുത്തിവെച്ചിട്ടുണ്ടെങ്കിൽ അത് അവളുടെ ജീവൻ എടുക്കാൻ വേണ്ടി തന്നെയാണ്. സുസ്മിതയോട് കളിച്ചാൽ ഒരു ചില്ല് ഫോട്ടോ ആയിട്ട് ആ കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞു പടം നിങ്ങളുടെ ഷോക്കേസിൽ ഇരിക്കട്ടെ, അതുകൊണ്ട് നിങ്ങൾ നീറണം. ഇപ്പോൾ നിങ്ങളുടെ അവസാനത്തെ കണ്ണിയില്ലേ പ്രീതിയുടെ മകള്, അവളിപ്പോൾ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുമെന്ന് പറയുമ്പോൾ സുസ്മിതയിൽ നിന്നിങ്ങനെ ദേഷ്യത്തോടെ ഭാമ വിളിക്കുകയാണ്. അന്നേരം വിഷ്ണു സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി ചവിട്ടി നിർത്തുന്നുണ്ട്. അന്നേരം എന്താണെന്നൊക്കെ ശാലിനിയും ചോദിക്കുന്നുണ്ട്. അന്നേരം നിങ്ങൾ എന്നോട് കളിച്ചതിനുള്ള പ്രതികാരമായിട്ടാണിത്, ദിവസം വെന്റിലേറ്ററിൽ കിടക്കും, പിന്നീട് വിളങ്ങ് ചത്തുമലയ്ക്കും, സുസ്മിതയോട് കളിച്ചപ്പോൾ ശവത്തിന് പോയി കാവലിരിക്ക് തള്ളയെന്നൊക്കെ പറയുകയാണ്. അന്നേരം സുസ്മിതയെ ഇങ്ങനെ ദേഷ്യത്തോടെ വിളിക്കുമ്പോൾ കിടന്ന് തിളയ്ക്കാതെ തള്ളയെന്നൊക്കെ പറഞ്ഞാണ് സുസ്മിത ഒരുപാട് സംസാരിക്കുന്നത്. അങ്ങനെ സത്യഭാമ അങ്ങ് കരയുകയും തലയിൽ ഇങ്ങനെ കൈവയ്ക്കുകയും ഒക്കെ ചെയ്യുകയാണ്. തുടർന്ന് അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അന്നേരം ദേഷ്യത്തോടു കൂടി ലിഡിയ പോളും ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ ചാപ്റ്റർ ക്ലോസ്
പോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ തുടർന്ന് സത്യഭാമയുടെ കയ്യിൽ നിന്ന് ഫോണൊക്കെ അങ്ങ് താഴെ വീഴുകയാണ്. അന്നേരം എന്താ അമ്മ എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ വണ്ടി നിർത്തി ചോദിക്കുമ്പോൾ എൻ്റെ പൊന്നു മോള് കുഞ്ഞു പാറു എന്നൊക്കെ പറഞ്ഞ് തലയിലിട്ട് അടിക്കുകയും കരയുകയൊക്കെ ചെയ്യുകയാണ്. അന്നേരം പാറു എന്നും പറഞ്ഞ് ശാലിനിയും കരയുന്നുണ്ട്, വിഷ്ണുവും കരയുകയാണ്. അവർക്കും കാര്യം മനസ്സിലാവുകയാണ്. തുടർന്ന് സുസ്മിതയെ ലിഡിയ പോൾ തിരിച്ച് ആ സെല്ലിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ എല്ലാ സെല്ലും തുറന്ന് ആ ജയിൽ പുള്ളി സ്ത്രീകളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി സുസ്മിതയുടെ അടുത്തേക്ക് ഇങ്ങനെ ചുറ്റുമായിട്ട് വന്ന് നിൽക്കുകയാണ്. അന്നേരം എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്നിങ്ങനെ സുസ്മിത എല്ലാവരെയും കണ്ടിട്ട് ലിഡിയ പോളിനോട് ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ലിഡിയ പോൾ സംസാരിക്കുകയാണ്. നിങ്ങളെല്ലാവരും പല സാഹചര്യങ്ങളുകൊണ്ടാണ് ഇവിടെ വന്നത്. പിന്നെ മോഷണവും ഭർത്താക്കന്മാരുടെ തല്ലും മക്കളുടെ തലവിധി കാരണവും കുറ്റം തലയിലേറിയവരും ഒക്കെയാണ്. നിങ്ങളുടെയൊക്കെ കഥ കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ നിൽക്കുന്ന പുള്ളി സുസ്മിത ചുണ്ടിയാണ് പറയുന്നത്, ഇവളുണ്ടല്ലോ മറ്റുള്ളവരോടുള്ള പ്രതികാരം തീർക്കാനായിട്ട് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ജീവൻ എടുത്തവളാണ്. ഒരു ഡ്രഗ് കുത്തിവെച്ചു. അതിൻ്റെ ആൻറ്റിഡോസ് അറിയാനായിട്ട് കൊടുത്തിരുന്നെങ്കിൽ എന്നെ രക്ഷിക്കാമായിരുന്നു. അതറിയാനായിട്ട് അവരുടെ മാതാപിതാക്കളും രക്ഷിതാക്കളും ഒക്കെ ഇവരുടെ കാല് വരെ പിടിച്ചു. എന്നിട്ടും അവൾ തെറ്റിച്ചു പറഞ്ഞു. അപ്പോൾ പിന്നെ ഇവൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനോ ഇവിടുത്തെ പോലീസുകാരോ നിൻ്റെ ദേഹത്ത് കൈവെക്കില്ല എന്ന് സുസ്മിതയോട് പറയുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരെയും സുസ്മിത ഇങ്ങനെ അന്തം വിട്ട് നോക്കിയാണ്. അന്നേരം പേടി വരുന്നുണ്ട്. അതുവരെ അഹങ്കാരത്തോടു കൂടിയാണ് നിന്നത്. തുടർന്നും പിന്നെ സരോജ ഇങ്ങനെ സുസ്മിതയുടെ തോളി കൈവയ്ക്കുകയാണ്. കാണ്ടാമൃഗം അല്ലേടി എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് ലിഡിയ പോൾ പറയുന്നുണ്ട്, ദേഹത്ത് മുറിവോ ഒടിയലോ ഒന്നും പാടില്ല. ചതവുണ്ടായാലും നീര് പുറത്തേക്ക് വരാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണ് കാണിക്കുകയാണ് ചെയ്തോളാനായിട്ട്. തുടർന്ന് സുസ്മിതയുടെ കവിളിലിങ്ങനെ സരോജം പിടിച്ചിട്ട് 1-ന് 3 എന്നല്ലേ നിൻ്റെ കണക്ക്, പക്ഷേ ഇവിടെ നിയമം വേറെയാണ്. 1-ന് 30 അടി എന്ന് പറയുമ്പോൾ സുസ്മിത ധൈര്യത്തോടെയൊക്കെയാണ്, നിങ്ങൾ എന്നെ എന്താ ചെയ്യാൻ പോണ? ഒന്നും ചെയ്യാൻ പോകണില്ല, സർലയുടെ മോളാണ് ഞാൻ എന്നും പറഞ്ഞ് ഇങ്ങനെ കൈ ചൂണ്ടുമ്പോൾ അവളുടെ ഒരു സർല എന്നും പറഞ്ഞ് കവാലം നോക്കി ആദ്യം ഒന്ന് പൊട്ടിക്കുകയാണ്. അടി കൊണ്ട് മറ്റൊരാളുടെ പുറത്തേക്കാണ് സുസ്മിത എന്ന് വീഴുന്നത്. അപ്പോൾ അവിടെ നിന്നും അടി കിട്ടി അടുത്ത ആളിൻ്റെ പുറത്തേക്ക്. അങ്ങനെ ഓരോരുത്തരായിട്ട് സുസ്മിതയെ കരണം നോക്കി പൊട്ടിക്കുന്നുണ്ട്. പിന്നീട് കുനിച്ച് നിർത്തി ഇടിക്കുകയും പൊതിരെ തല്ലി അവരെല്ലാവരും വട്ടം കൂടി ഇന്ന് സുസ്മിതയെ കുനിച്ച് നിർത്തി ഇടിക്കുകയാണ്. അയ്യോ തല്ലല്ലേ എന്നുള്ള സുസ്മിതയുടെ വിളി മാത്രമാണ് കേൾക്കുന്നത്. ജയിൽ മൊത്തം കുലുങ്ങുകയാണ് സുസ്മിതയുടെ ആ വിളി കേട്ടിട്ട്. ഇതേസമയം ഹോസ്പിറ്റലിൻ്റെ റൂമിൻ്റെ വെളിയിലേക്ക് വന്ന ഡോക്ടർ വസുമതിയോടും അർജുനോടും പ്രീതിയോടുമായിട്ട് പറയുകയാണ്, സുസ്മിത പറഞ്ഞത് ശരി തന്നെയാണ്, പ്രീതിക്ക് കൊടുത്തതല്ല അവൾ കൊടുത്തത്, ആൻറ്റിഡോസ് ബ്രെയിൻ ഡെത്തിനുള്ള ഒരു ബൂസ്റ്റർ പോലെയായി കൺഫേം ആയിരിക്കുകയാണ്, ഇത് ബ്രെയിൻ ഡെത്ത് തന്നെ എന്നിങ്ങനെ ഡോക്ടർ പറയുമ്പോൾ അന്തം വിട്ട് നിൽക്കുകയാണ് പ്രീതിയും പിന്നെ അർജുനും വസുമതിയും കൂടി. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലെന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കുമോ എന്നറിയില്ല. അത്രയുമാണ് പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക്